അസ്സലാമു അലൈക്കും. ഞങ്ങളിത് ഇന്ന് കൊറിയാത്ത ഡാമിലേക്ക് പോവാട്ടാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സീഫ ബീച്ചിലൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പക്ഷേ ഇറങ്ങിയപ്പോൾ വിചാരിച്ച് ഏതായാലും നേരത്തെ ഇറങ്ങിയില്ലൊരു 11:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങളിന്ന് പിന്നെ നേരെ കൊറിയാത്ത ഡാമിലേക്ക് പോകാമെന്ന് വെച്ചു. അപ്പോൾ കൊറിയാത്ത ഡാമിൻ്റെ ഇതൊരു എന്താ പറയുക, കുറേ ഡാമിലേക്ക് കയറുന്നതിൻ്റെ മുന്നേ അതിൻ്റെ താഴത്തുള്ളൊരു ഫലജിലാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയത്. അപ്പോൾ ഇവിടെ നല്ല തണലുണ്ട്, നല്ല ഫ്രഷ് വാട്ടർ ഇങ്ങനെ ഒഴുകി കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതിലിരുന്ന് നല്ല അടിപൊളി മട്ടൻ ഗ്രേവിയും നെയ്ച്ചോറും ഒക്കെ കഴിച്ച് എന്നിട്ടാണ് ഞങ്ങൾ പോയത്. കാരണം അവിടെ എന്താ പറയുക, ഡാമിലേക്ക് നമ്മൾ ഈ ടൈമിൽ പോയി കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇരുന്നൊന്നിങ്ങനെ, അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾക്ക് ഡാമിൽ പോണ വഴിയാണ്. അപ്പോൾ ഇവിടെ ഒന്ന് കുറച്ച് നേരം ഡാമൊക്കെ കണ്ട് എന്നിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ഫിൻസ് ബീച്ചിലേക്ക് പോകാമെന്നുള്ള പ്ലാനാട്ടോ. പബ്ലിക് ഹോളിഡേ ആവുകൊണ്ട് കുറച്ച് നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും വലിയ കുഴപ്പമില്ല. അങ്ങനെ ഇവിടെയൊക്കെ ഞങ്ങൾ ഇറങ്ങി കുറച്ച് നേരം നല്ല ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. ഡാം കാണാത്തവരൊക്കെ ഫസ്റ്റ് ടൈം കാണുന്നവരുണ്ട് നമ്മൾ കൂടെ. അപ്പോൾ ഡാമൊക്കെ കണ്ട് നമ്മൾ നേരെ ഫിൻസ് ബീച്ചിലേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫിൻസ് ബീച്ചിലെത്തിയിട്ട് കുറച്ച് നേരമായിട്ടാണ്. കാരണം എത്തിയ ഉടനൊന്നും വീഡിയോസൊന്നും എടുക്കാനില്ല. കാരണം മക്കളൊക്കെ നല്ല കൈ മുറുക്കെ പിടിക്കണം. കാരണം നല്ല എന്താ പറയുക, കുറച്ച് ഡേഞ്ചറസാണ് കുട്ടികളായിട്ട് വരുമ്പോൾ, ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ഒരു സ്കൈ വാച്ച് നല്ല 2-3 ഫോട്ടോസ് കിട്ടിയിട്ടാണ്. സൂപ്പർ. ആ ഒരു ഫോട്ടോയാണ് ഞാനിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല അടിപൊളി വ്ളോഗായിട്ട് കാണാം.